കാരെ ഇന്ന് നമുക്ക് വെങ്കടേഷ് മാഡ്ഗുൽക്കറിൻ്റെ കഥയായിട്ടുള്ള നംഗേ പയർ എന്ന പാഠഭാഗം പഠിക്കാം. നംഗേ പയർ ഒരു കഹാനിയാണ്. എഴുതിയിരിക്കുന്നത് വെങ്കടേഷ് മാഡ്ഗുൽക്കർ. അദ്ദേഹം എഴുതിയ കഥ നംഗേ പയർ, നഗ്നമായ ചുവടുകൾ അല്ലെങ്കിൽ കാലുകൾ. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ്. ബേബി എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഒരു കാല് ഇല്ല, ഊന്നുവടിയുടെ സഹാരയാണ് അവൾ നടക്കുന്നത്. രണ്ടാമത്തെ കഥാപാത്രം പുതിയ പോസ്റ്റ്മാൻ, അദ്ദേഹം ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ പാഠത്തിലെ പ്രധാനമായിട്ടുള്ളത്. ഇവരുടെ കഥയൊന്ന് നമുക്ക് പഠിക്കാം. ദൊപഹർ കാ സമയത, ഉച്ച സമയമായിരുന്നു. ബേബി अपने पलंग पर बैठी खिड़की से बाहर देख रही थी. ബേബി अपने पलंग पर बैठी, തൻ്റെ പലങ്കിൽ, കട്ടിലിൽ, പലങ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം കട്ടിൽ, പർ ബൈഠി ഇരുന്നു കൊണ്ട്, ഖിഡ്കി സെ ജനലിലൂടെ, ബാഹർ ദേഖ് രഹി തി പുറത്തേക്ക് നോക്കുകയാണ്. ബീച്ച് ഹാളുമേ, ഹാളിൻ്റെ മധ്യഭാഗത്തായിട്ട്, രഖെ വെച്ചിരിക്കുന്ന, റേഡിയോമേ റേഡിയോയിൽ, 12:30 ബജേക്ക് 12:30 മണിക്കുള്ള, റെക്കോർഡ് ബജ് രഹേദെ റെക്കോർഡ് മുഴങ്ങുന്നുണ്ടായിരുന്നു. 12:30 മണിക്കുള്ള റെക്കോർഡ് ഗീതങ്ങൾ, പാട്ടുകൾ ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ശാന്ത് മാഹോൽദ, അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. ശാന്തമായ ഒരു അന്തരീക്ഷം. ഗീതോക്കെ സുർ ഗൂഞ്ച് രഹേദെ, ആ അന്തരീക്ഷത്തിൽ ഗീതോക്കെ സുർ, പാട്ടുകളുടെ ശബ്ദം, സ്വരം, ഗൂഞ്ച് രഹീദെ മുഴങ്ങുന്നുണ്ടായിരുന്നു. സാംനേക്ക ഫാടക് ഗോൽക്കർ, മുൻപിലുള്ള ഫാടക് ഗേറ്റ്, ഗോൽക്കർ തുറന്നുകൊണ്ട്, പോസ്റ്റ്മാൻ ഭീതറായ, ഒരു പോസ്റ്റ്മാൻ ഭീതർ അകത്തേക്ക് കടന്നു വന്നു. അഹാത്തെ കി ബജരി പർ, അഹാത്തെ വരാന്ത, അഹാത്തെ കി ബജരി വരാന്തയിലെ, ബജരി ബജരി ചരൽ, അഹാത്തേക്ക് ബജരി വരാന്തയിലെ ചരലിൽ, ഉസ്കി ആഹട്ട് സുനായിക് തി, അയാളുടെ ആഹട്ട് കാലൊച്ച, സുനായി ദി കേൾക്കാൻ കഴിഞ്ഞു. ആഹട്ട് കാലൊച്ച, സുനായി ദി കേൾക്കാൻ കഴിഞ്ഞു. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോമിയായി, പോസ്റ്റ്മാൻ്റെ ശബ്ദം ഉസ്കെ കാനോമിയായി അവളുടെ ചെവിയിലേക്ക് പതിച്ചു. पर फर्ज पर टाक के गिरने की आवाज़ सुनाई नहीं दी, എന്നാലോ ഫർസ് നിലത്തേക്ക്, ടാക്ക് കെ ഗിർനെ കി ആവാസ് കത്ത് വീഴുന്ന ശബ്ദം, സുനായി നഹി ദി കേൾക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ബേബി പീച്ചേ മുടി, ബേബി പുറകിലേക്ക് തിരിഞ്ഞു. സംഭൽക്കർ വളരെ നിയന്ത്രിച്ചുകൊണ്ട്, പലങ്ക് സെ ഉത്തരി, എവിടെ നിന്നും ഇറങ്ങി? പലങ്ക് കട്ടിൽ നിന്നും താഴേക്കിറങ്ങി. ഫിർ ബൈസാക്കിയോം കെ സഹാരെ, എന്നിട്ടോ ബൈസാക്കിയാം ഊന്നുവടി, ബൈസാക്കി ഊന്നുവടിയെ, സഹാരെ ആശ്രയത്തിൽ, ഏക് ഏക് കദം ചൽക്കർ, ഓരോരോ ചുവടുകൾ വെച്ച്, ഏക് ഏക് കദം ഓരോരോ ചുവടുകൾ വെച്ച്, ദർവാസെ തക് ആയി വാതിൽക്കൽ വരെ എത്തിച്ചേർന്നു. അവളുടെ മുറിയുടെ വാതിൽക്കൽ വരെ എത്തിച്ചേർന്നു. ബന്ദ് ദർവാസ ഖോൽനെ മേ ഉസേ തോടാ സമയ ലഗ, അടഞ്ഞ ആ വാതിൽ തുറക്കാൻ, ഉസേ അവൾക്ക്, തോടാ സമയ ലഗ ഒരൽപ്പം സമയം വേണ്ടി വന്നു. ദർവാസെ സെ ബാഹർ ഹോൾ കോ പാർ കർ, ദർവാസെ സെ ആ വാതിൽക്കൽ നിന്നും, ബാഹർ പുറത്തുള്ള, ഹോൾ കോ പാർ കർക്കർ ഹോൾ മുറിച്ച് കടന്ന്, ആകെ ആനേമേ മുന്നോട്ട് വരാൻ, ദേർ ലഗി ഒരൽപ്പം സമയമെടുത്തു. ദേർ ലഗ്ന സമയമെടുക്കുക. ഓ ദർവാസെ പർ പഹുഞ്ചി, അവൾ വാതിൽക്കലെത്തി. വഹാ ഏക് ഹാത്ത് മേ ടാക്ക് ലിയെ, അവിടെ ഒരു കയ്യിൽ കത്ത് പിടിച്ചുകൊണ്ട്, പോസ്റ്റ്മാൻ ഘടാത, പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ ഘടാത, പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർസ് പർ ടാക്ക് ഫേങ്ക് പർ അബി ഖയാ നഹീദ, ഫർസ് പർ നിലത്തേക്ക്, ടാക്ക് ഫേങ്ക് കർ ആ കത്ത്, ഫേങ്ക് കർ വലിച്ചെറിഞ്ഞുകൊണ്ട്, അബി ഗയാ നഹീദ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല.
ഇവിടെ സൈഡിലൊരു ചോദ്യമുണ്ട്. ദർവാസ ഗോൽനേമേ ഉസേ തോടാ സമയിലക. വാതിൽ തുറക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. എന്തായിരിക്കും അതിന് കാരണമായിട്ടുണ്ടാവുക? ഓ ബേബി അബഹിജ് ദി. ബേബിക്ക് ഏക് പേർ നഹിത, ഒരു കാൽ ഉണ്ടായിരുന്നില്ല. ഓ ബൈസാക്കിക്ക് സഹാരെ ചൽത്താത, അവൾ ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വാതിൽ തുറന്ന് മുന്നോട്ട് വരാൻ അവൾക്കൊരൽപ്പം സമയം വേണ്ടി വന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. സീഠിയോं के ऊपर होकर उसने हाथ बढ़ाया. പടികളുടെ മുകളിലേക്ക് നിന്നുകൊണ്ട് ഉസ്നെ ഹാത്ത് ബടായ, അവൾ കൈകൾ നീട്ടി. ഉസ്നെ ധ്യാൻ ദിയ, അവൾ ശ്രദ്ധിച്ചു. कि आज का पोस्टमैन दूसरा ही है, ഇന്ന് വന്ന പോസ്റ്റ്മാൻ വേറെ ഒരാളാണല്ലോ. സാദാ ക വ ധാടി വാല പോസ്റ്റ്മാൻ നഹിത, എന്നും വരുന്ന സാദാക്ക, എന്നും കാണുന്ന വ ധാടി വാല, ആ താടിയുള്ള പോസ്റ്റ്മാൻ നെയ് ഹെ, പോസ്റ്റ്മാൻ അല്ല. ബച്ചോं के ചെഹരെ വാല നയാ പോസ്റ്റ്മാൻ, കുട്ടികളുടെ മുഖമുള്ള പുതിയ പോസ്റ്റ്മാൻ. ഇന്നത്തെ പോസ്റ്റ്മാന് എങ്ങനെയുള്ള മുഖമുള്ളവനായിരുന്നു? ബച്ചോं का ചെഹര, കുട്ടികളുടെ മുഖമായിരുന്നു അവൻ. ഉസ്നെ ഏക് നസർ ബേബി കെ പൈറോं की ओर देखा. നമ്മുടെ പുതിയ പോസ്റ്റ്മാൻ ഏക് നസർ, ഒരു നോട്ടം, ബേബി കി പൈറോं की ओर, ബേബിയുടെ കാലുകൾക്ക് നേരെ ദേഖ, നോക്കി. ഉസേ ഷായദ് ധക്കാസ ലഗ, ഒരു പക്ഷേ അത് കണ്ട് അയാൾ നടുങ്ങിപ്പോയിട്ടുണ്ടാവാം. ധക്കാസ ലഗ, നടുങ്ങിപ്പോകുക. ഉസ്നെ ടാക്ക് ബേബി കെ ഹാത്ത് മേ ദേ ദി, അയാൾ ആ കത്ത് ബേബിയുടെ കയ്യിലേക്ക് കൊടുത്തു. ബൂഡേ പോസ്റ്റ്മാൻ കി തര, വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ, ഉസ്നെ, അയാളും കോയി ബാത് നേക്കി, അവളോടൊന്നും സംസാരിച്ചില്ല. ബൂഢേ പോസ്റ്റ്മാൻ, വൃദ്ധനായ പോസ്റ്റ്മാൻ, ഇവിടെ വിശേഷണം ഏതാണ്? ബൂഢ, വൃദ്ധനായ. ബൂഢാ പോസ്റ്റ്മാൻ കി തര ഉസ്നെ, അയാളും എന്ത് ചെയ്യില്ല? ബേബി സെ ബാത് നഹിക്കി, ബേബിയോടൊന്നും സംസാരിച്ചില്ല. മാക്ക ഹാത്ത് മേ ടാക്ക് ദേക്കർ, അമ്മയുടെ കൈവശം ടാക്ക് ദേക്കർ, കത്ത് നൽകിക്കൊണ്ട്. ഠാക്ക് ദേന, കത്ത് നൽകുക. മാക്കെ ഹാത്ത് മേ, എവിടെ? അമ്മയുടെ കൈവശം കത്ത് നൽകിക്കൊണ്ട്. ബേബി പീച്ചേക്ക് ഓർ മുടി, ബേബി പുറകിലേക്ക് മുഡ്ന, തിരിയുക, മുടി തിരിഞ്ഞു. ഓർ ബഡി കുർസി പർ ബൈഠ്കർ, എന്നിട്ടോ ബഡി കുർസി പർ ബൈഠ്കർ, ഒരു വലിയ കസേരയിൽ ബൈഠ്കർ, ഇരുന്നു കൊണ്ട്, ഭോലി പറഞ്ഞു. മാ ആജ് കാ പോസ്റ്റ്മാൻ നയാ ഥ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണല്ലോ. ആജ് കാ പോസ്റ്റ്മാൻ നയാ ഥ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണല്ലോ. അമ്മ അതിനെന്താണ് മറുപടി പറഞ്ഞത്? തോ ഇസ്മേ ആശ്ചര്യ കി കോൺ സി ബാത്ത് ഹെ, ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ്? ബദൽ ഗയാ ഹോഗ, മാറിപ്പോയിരിക്കാം. ആശ്ചര്യ കി കോൺ സി ബാത്ത് ഹെ, അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ്? ബദൽ ഗയാ ഹോഗ, മാറിപ്പോയിട്ടുണ്ടാകാം. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ബേബി കി മാ ബാലമിത്ര കാ നയാ അംഗ് ബേബി കെ ആഞ്ചൽ മേ രഖ. ബേബി കി മാ, ബേബിയുടെ അമ്മ, ബാലമിത്രക്കെ, ബാലമാസിക, ബാലമിത്ര, ബാലമാസികയുടെ നയാ അംഗ്, പുതിയ ലക്കം, ബേബി കെ ആഞ്ചൽ മേ രഖ, ബേബിയുടെ മടിയിൽ വെച്ചു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ, എന്നിട്ട് റേഡിയോ ബന്ദ് കർക്കെ, നിർത്തി. റേഡിയോ ബന്ദ് കർണ, റേഡിയോ ഓഫ് ആക്കിക്കൊണ്ട്. വോ അപ്പനെ കമരേമേ ചലി ഗൈ, അവൾ അവരുടെ മുറിയിലേക്ക് പോയി. ആര്? അമ്മ അമ്മയുടെ മുറിയിലേക്ക് കടന്നുപോയി. ദോപഹർ മേ ബേബി കോ ഹമേഷ അഖേലാപ്പൻ ലഗ്താത, ഉച്ച സമയങ്ങളിൽ ബേബിക്ക് എല്ലായ്പ്പോഴും അഖേലാപ്പൻ ലഗ്താത, ഏകാന്തത അനുഭവപ്പെട്ടു. അഖേലാപ്പൻ, ഏകാന്തത. അഖേലാപ്പൻ ലഗ്താത, ഏകാന്തത അനുഭവപ്പെട്ടു. ഓ കിസ്സേ ബാത് കരേ, അവൾ ആരോടാണ് സംസാരിക്കുക? കിസ്കെ സാത്ത് ഹസേ, ആരോട് എന്തെങ്കിലുമെല്ലാം പറഞ്ഞ് ചിരിക്കാൻ കഴിയും? യേ പ്രശ്ന സദാഹി ബനാ രഹത്ത, ഈ ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും അവളുടെ മനസ്സിലുണ്ടാകുമായിരുന്നു. ऐसी സമയം, അത്തരം ഒരു സമയത്താണ് വോ ബൂഢാ പോസ്റ്റ്മാൻ ആ ജായ കർത്താത, വൃദ്ധനായ പോസ്റ്റ്മാൻ ആ ജായ കർത്ത വരാറുള്ളത്. വഹ് ഹമേഷാഹി ജൽദീമേ രഹത്ത, അയാൾ എന്നും ജൽദീമേ, തിടുക്കത്തിലായിരിക്കും, പെട്ടെന്ന് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഫിർബി, എന്നാലും, കബി കബി, ചിലപ്പോഴെല്ലാം, കബി കബി, ചിലപ്പോഴെല്ലാം, ഗിഡ്കി തക് ജാക്കർ, ജനലിൻ്റെ അടുത്തേക്ക് വന്ന്,
ടാക്ക് ദേത്ത കത്ത് നൽകുമായിരുന്നു. കൊയ്ന കൊയ് പരിചിതായ ദേക്കർ ഏതെങ്കിലുമെല്ലാം പരിചയക്കാർ വീട്ടിലേക്ക് വരുന്നത് ബേബിക്കു അച്ഛ ലക്ത ബേബിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു. കൊയ്ന കൊയ് പരിചിത് പരിചയക്കാരെങ്കിലും ഘർ ആയാ ദേക്കർ വീട്ടിലേക്ക് വരുന്നത് ബേബിക്കു അച്ഛ ലക്ത ബേബിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാരണം എന്തായിരുന്നു? ബേബിക്ക് അവരോടെല്ലാം സംസാരിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. ഇസ്കെ ബാദ് തീസരെ ദിൻ ഫിർ വോ പോസ്റ്റ്മാൻ കി ആവാസ് ആയി. ഇസ്കെ ബാദ് ഇതിന് ശേഷം തീസരെ ദിൻ മൂന്നാമത്തെ ദിവസമാണ് ഫിർ വോ പോസ്റ്റ്മാൻ കി ആവാസ് ആയി പിന്നീട് ആ പോസ്റ്റ്മാൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. ഠാക്ക് ഗിർനെ കി ആവാസ് നഹി സുനായി ദി എന്നാലോ കത്ത് വീഴുന്ന ശബ്ദം മാത്രം കേൾക്കാൻ കഴിയുന്നില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തേമേ ആയി നടന്നുകൊണ്ട് ബേബി വരാന്തയിലേക്ക് എത്തി. പോസ്റ്റ്മാൻ അഭിഗടാത പോസ്റ്റ്മാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബേബി കി ഓർ ദേഖ് വോ മുസ്കുരായ ബേബിയുടെ നേരെ നോക്കി അയാൾ മുസ്കുരായ പുഞ്ചിരിച്ചു. ബേബി ബി ഹസി ബേബിയും പുഞ്ചിരിച്ചു. ടാക്ക് ദേക്കർ ബേബീനെ പൂച്ച കത്ത് ലേക്കർ വാങ്ങിച്ചുകൊണ്ട് ബേബീനെ പൂച്ച ബേബി ചോദിച്ചു. ക്യാ തും നേ പോസ്റ്റ്മാൻ ഹോ താങ്കൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി ഹാ അതെ. ആര് പറഞ്ഞു? നമ്മുടെ പോസ്റ്റ്മാൻ പറഞ്ഞു. ടാക്ക് ഫേങ്കർ തും ചലേ ജായാ കരോ കത്ത് താഴെയിട്ട് താങ്കൾ പോയിക്കൊള്ളൂ. മുജെ ആനേമേ ദേർ ലഗെങ്കി ഞാൻ എത്താൻ ഒരുപാട് സമയമെടുക്കും. മുജെ ആനേമേ എനിക്കെത്താൻ ഒരുപാട് സമയമെടുക്കും. പോസ്റ്റ്മാൻ നെ ബേബി കി പാരോം കി ഓർ ദേക്ക പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകൾക്ക് നേരെ നോക്കി. പാരോം കി ഓർ ദേക്കന കാലുകൾക്ക് നേരെ നോക്കി. और वो മൗൻ രഹ അയാൾ നിശബ്ദനായി നിന്നു. മൗൻ രഹന നിശബ്ദനായിട്ട് നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാൻ നെ പയർ ക്യോ നഹി ദിയ ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കും ദൈവം കാലുകൾ നൽകാത്തത്? ऐसे ഷായദ് ഉസേ ലഗാ ഹോഗ ഒരു പക്ഷേ അയാൾക്ക് അങ്ങനെയായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക. ऐसे അത്തരത്തിൽ ഷായദ് ഉസേ ലഗാ ഹോഗ അയാൾക്കൊരു പക്ഷേ അങ്ങനെയായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക. വോ കുച്ച് ബോലാ നഹി അയാൾ ഒന്നും സംസാരിച്ചില്ല. ഉസ്കി ആങ്കേ സെ കുച്ച് ऐसे ही ഭാവ് ചലക്താ താ ഉസ്കി ആങ്കോं സെ അയാളുടെ കണ്ണുകളിൽ നിന്നും കുച്ച് ऐसी യഹി ഭാവ് ഇത്തരമൊരു ഭാവമാണ് ചലക്ത തിളങ്ങിയിരുന്നത്. അയാളുടെ മുഖത്ത് ഇത്തരത്തിലൊരു ഭാവമാണ് ചലക്ന തിളങ്ങിയിരുന്നത്. ഉസ്നെ ബഹുത് ഹി കോമൽ തഥാ ദബി ആവാസ് മേ കഹ അയാൾ വളരെ കോമളവും ദബി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ലഘ്നെ ദോ ബഹിൻ ആയിക്കൊള്ളട്ടെ സഹോദരി. ലഘ്നെ ദോ ആയിക്കൊള്ളട്ടെ ബഹിൻ സഹോദരി. പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ് കി ടാക്ക് പോസ്റ്റ്മാൻ്റെ ജോലി ആരുടെയൊക്കെ കത്താണോ ജിസ് തിസ് കെ ഹാത്ത് മേ അവരുടെ കൈകളിൽ സൗംപ്നാഹെ ഏൽപ്പിക്കുക എന്നതാണ്. സൗംപ്ന ഏൽപ്പിക്കുക, സൗംപ്നാഹെ ഏൽപ്പിക്കുക എന്നതാണ്. അഹാത്തേമെ ഫേങ്ന നഹി വരാന്തകളിൽ വലിച്ചെറിയുകയല്ല. അഹാത്തേമെ ഫേങ്ന വരാന്തയിൽ വലിച്ചെറിയുകയല്ല. ഇതിലൂടെ നമ്മുടെ പോസ്റ്റ്മാൻ്റെ എന്ത് സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്? ഹമാര പോസ്റ്റ്മാൻ अपना दायित्व पर ईमानदारी से निभाता है. നമ്മുടെ പോസ്റ്റ്മാൻ अपना ഉത്തരദായിത്വ തൻ്റെ ഉത്തരവാദിത്തം ബഡി ഈമാൻദാരി സെ നിഭാത്താ ഹെ വളരെ ഈമാൻദാരിയോടുകൂടി സത്യസന്ധമായിട്ടല്ലേ നിറവേറ്റുന്നത്. തോ പോസ്റ്റ്മാൻ കി ഈമാൻദാരി പോസ്റ്റ്മാൻ്റെ സത്യസന്ധതയാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഭാഗം നോക്കൂ. വഹ് ബോല അവൻ പറഞ്ഞു. വഹ് ബോല അവൾ പറഞ്ഞു. എന്താണ്? ത ബേബീനെ ഉസ്കി പയരോം കി ഓർ ദേക്ക അപ്പോഴാണ് ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കിയത്. പോസ്റ്റ്മാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ബേബി എവിടേക്ക് നോക്കി? ഉസ്കെ പയരോം കി ഓർ അയാളുടെ കാലുകളിലേക്ക് നോക്കി. കിത്തനെ മജ്ബൂത്ത് എത്ര ബലമുള്ള ഓർ ഗോൽ ഗോൽ ഉരുണ്ട കാലുകൾ. മജ്ബൂത്ത് ദൃഢമായിട്ടുള്ള, ഗോൽ ഉരുണ്ട കാലുകളാണ്. ഇസ് പോസ്റ്റ്മാൻ കെ പയർ കിത്തനെ അച്ചേതേ ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ എത്ര നല്ലതാണ്. അചാനക് ബേബീനെ ധ്യാനായ പെട്ടെന്നാണ് ബേബി ശ്രദ്ധിച്ചത്. എന്തെന്നാൽ യേ അച്ചേ പേർ നംഗേ ഈ നല്ല കാലുകൾ നഗ്നമായിരുന്നു.
ഈ നല്ല കാലുകളിൽ ഒരു ചെരുപ്പ് പോലുമില്ല. ഇസ്നെ പൈരോ മേ കുച്ച് പെഹനാ ക്യോ നഹി? ഇയാൾ എന്തുകൊണ്ടായിരിക്കും കാലുകളിൽ ഒന്നും ധരിക്കാത്തത്? ഇസ്നെ പൈരോ മേ കുച്ച് പെഹനാ ക്യോ നഹി? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോസ്റ്റ്മാൻ കാലുകളിലൊന്നും ധരിക്കാത്തത്? ബേബിക്ക് വലിയ സംശയമായി. പോസ്റ്റ്മാൻ ലൗട്ട് ഗയ. നമ്മുടെ പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, മടങ്ങിപ്പോയി. ലൗട്ട് ജാന, മടങ്ങിപ്പോയി. സുന്ദർ പഗ് ധർത്തെ ഹുയി ചൽത്താ ഹുവാ. സുന്ദരമായ കാലടികൾ വെച്ചുകൊണ്ട് ചലാഗയ, മുന്നോട്ട് സഞ്ചരിച്ചു. ബേബീനെ സോച്ച, ബേബി ചിന്തിച്ചു, കി കഥാചിത് ഉസ്കെ ജൂത്തെ ഫട്ട് ഗയ ഹോഗ. ഒരു പക്ഷേ അയാളുടെ ചെരുപ്പുകൾ പൊട്ടിപ്പോയതായിരിക്കാം. അയാളുടെ ചെരുപ്പുകൾ ഫട്ട് ഗയ ഹോഗ, പൊട്ടിപ്പോയതായിരിക്കാം. വേ മർമത്ത് ഹോക്കർ ആത്തേ ഹോങ്കെ. അത് മർമത്ത്, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം, ആ പൊട്ടിയതെല്ലാം നന്നാക്കിയിട്ട് ആത്തേ ഹോഗ, വരുന്നുണ്ടായിരിക്കാം. മർമത്ത് കർത്തർ ആന, അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങളെല്ലാം നന്നാക്കിയിട്ട് ശരിയാക്കി കൊണ്ടുവരികയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്താണ് പോസ്റ്റ്മാന് ചെരുപ്പ് ധരിക്കാത്തത്. തോടി ധേർ കെ ലിയേ ഹി സഹി. അല്പനേരത്തേക്കാണെങ്കിലും ഇസ് തർക്കനെ ബേബിക്കു അച്ഛാ ലഗ. ഇത്തരത്തിലൊരു തർക്കം, ഇത്തരത്തിലൊരു ചിന്ത ബേബിക്ക് ഇഷ്ടമായിരുന്നു. കുറച്ച് നേരത്തേക്കെങ്കിലും ഇത്തരത്തിലൊരു ചിന്ത, തർക്കം ബേബിക്ക് ഇഷ്ടമായി. ടാക്ക് ലേക്കർ വ കുർസി പർ ബൈഠ് ഗയ. കത്തുമായി ബേബി കുർസി പർ, കസേരയിൽ പോയിരുന്നു. പോസ്റ്റ്മാൻ കെ നംഗേ പൈർ. പോസ്റ്റ്മാൻ്റെ നഗ്നമായ കാലുകൾ ഉസ്കെ മനസ്സേ, അവളുടെ മനസ്സിൽ നിന്നും ധീരെ ധീരെ ചലാഗയ, വളരെ സാവധാനത്തിൽ മാഞ്ഞുപോയി. പോസ്റ്റ്മാൻ്റെ നഗ്നമായ കാലുകൾ അവളുടെ മനസ്സിൽ നിന്നും സാവധാനത്തിൽ മാഞ്ഞുപോയി. ഇന്ന് എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കി തന്നെ വായിക്കുക. വരികളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വായിക്കുന്നത്, അർത്ഥം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി തന്നെ പാഠഭാഗം വായിക്കുക. വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.